ഇന്ന് ഡേറ്റ് ജൂൺ 4, 2024. ഞാനിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ്. സമയം രാവിലെ 4 മണി. ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇന്ന് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് റോത്തങ് പാസിലേക്കാണ്. സോ റോത്തങ് പാസ് എന്ന് പറയുന്നത് എലിവേഷൻ വരുന്നത് 3980 മീറ്റർ ആണ്. മണാലിയിൽ നിന്ന് അറൗണ്ട് ഒരു 36-37 കിലോമീറ്റർ വരുന്ന ഒരു ലോങ് ജേണിയാണ്. സോ വളരെ നേരത്തെ പോയാലാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ എത്താൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി റോത്തങ് പാസ് ഓപ്പൺ ആണ്. സോ റോത്തങ് പാസിലേക്ക് നമ്മൾ പോകുന്നത് സൊളാങ് വാലി എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കട്ടിങ് ഉണ്ട്. സോ ആ കട്ടിങ് വഴിയാണ് നമ്മൾ റോത്തങ് പാസിലേക്ക് പോകുന്നത്. റോത്തങ് പാസിന്റെ വേറൊരു പേര് ഡെഡ് വാലി എന്നാണ്. ഓക്കെ, റോത്തങ് പാസിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം. അതായത് നമ്മൾ എത്ര പേരാണോ ഏത് വണ്ടിയിലാണോ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് പെർമിറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് റോത്തങ് പാസിലേക്ക് പോകാൻ പറ്റുക. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് മാത്രമാണ് അങ്ങോട്ട് പാസ് ചെയ്യുക. അത്രയും ഒരു റിസ്കി ജേണിയാണ് വരുന്നത്. സോ സമയം 4 മണിയാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ വണ്ടികളെല്ലാം തന്നെ പോകുന്നത് റോത്തങ് പാസിലേക്കാണ്. സോ രാവിലെ 4 മണിയാണെങ്കിലും അത്യാവശ്യം ട്രാഫിക് കാര്യങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് പൽച്ച എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സോ പൽച്ചാന്ന് റൈറ്റ്, അതായത് ഒരു 9 കിലോമീറ്റർ മണാലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് നമ്മൾ തിരിയുക. റോത്തങ് പാസിലേക്കുള്ള റൂട്ടാണ്, റൈറ്റിലേക്ക് തിരിയാണ് ചെയ്യുക. നിങ്ങൾക്കിവിടെ വണ്ടികളുടെ ക്യൂ കാണാം. വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. ഗുലാബ ചെക്ക് പോസ്റ്റ് ആണ് വരുന്നത്. സോ ഗുലാബ ചെക്ക് പോസ്റ്റിൽ റോത്തങ് പാസിലേക്കുള്ള വണ്ടികളുടെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും കിടത്തിവിടുക. നമ്മളിപ്പോൾ ഗുലാബ ചെക്ക് പോസ്റ്റിലാണ്. റോത്തങ് പാസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗുലാബ ചെക്ക് പോസ്റ്റിൽ പെർമിറ്റ് കാര്യങ്ങൾ, വണ്ടികളുടെ പാസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. രാവിലെ 6 മണിക്കാണ് നമ്മുടെ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുക. हेलो भैया, अभी हम रोहतांग पास जा रहे हैं. अभी रोहतांग यहाँ से 20-25 किलोमीटर बाकी है. हम लोग सुबह निकले थे यहाँ से 4 बजे, तो अभी पहुँचे देखो रोहतांग पास. यहाँ के लिए पास मिलता है, पास के ऑनलाइन पास रहता है, तभी हम रोहतांग पास जा सकते हैं. अभी हम जा रहे हैं जहाँ से 4-5 किलोमीटर बाद स्नो आपको दिखाई देगा रास्ते में. बीच में रास्ते में फॉल भी आएगा, वाटरफॉल भी आएगा, मड़ी रहेगा, गाड़ी नाला रहेगा. ये चीज़ आता है रोहतांग पास में. और रोहतांग में आपको कम से कम 12-13 फीट की स्नो मिलेगा. നമ്മളിപ്പോൾ മറിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. റോത്തങ്ങിൽ ഫുഡ് അത്ര അവൈലബിൾ അല്ല. സോ ഇവിടെ ദാബാസ് അവൈലബിൾ ആണ്. സോ മറിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ ഒരുപാട് ദാബാസ് അവൈലബിൾ ആണ്. സോ ടാക്സികളെല്ലാം തന്നെ ഇവിടെ തന്നെ നിർത്തി ഭക്ഷണം കഴിച്ചതിന്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് റോത്തങ് പാസിലേക്ക് പോകുന്നത്. റോത്തങ് പാസിലേക്ക് കയറുകയാണ്. നല്ല ഹൈറ്റിൽ, ഒരു 15 അടിയോളം ഹൈറ്റിൽ നമുക്ക് 2 സൈഡ്, റോഡിൻ്റെ 2 സൈഡായിട്ട് മഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ റോഡിൽ മഞ്ഞൊക്കെ ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വണ്ടിയാണ്. സീറോ പോയിന്റിലാണ്. ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫുൾ സ്നോ ആണ് ഇവിടെ. അത്രയ്ക്ക് അടിപൊളി ജേണിയാണ് മണാലി റോത്തങ് പാസ് ജേണി എന്ന് പറയുന്നത്. അത്രയും സൂപ്പർ ജേണിയാണ്. സോ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ റോത്തങ് പാസ് എന്ന് പറയുന്നത്. സോ ടീം വൺസ് നിങ്ങൾക്ക് മണാലി റോത്തങ് പാസ് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടീം വൺസ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്.